ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് സോഷ്യോളജിയിലെ ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഫാമിലിയാണ്. ഫാമിലി ഈസ് ആൻ ഓൾമോസ്റ്റ് പെർമനൻറ്റ് റിലേഷൻഷിപ്പ് കൺസിസ്റ്റിംഗ് ഓഫ് എ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വിത്ത് ഓർ വിത്തൗട്ട് ചിൽഡ്രൻ ഓർ എ വുമൺ വിത്ത് ചിൽഡ്രൻ ഓർ എ മാൻ വിത്ത് ചിൽഡ്രൻ. കുടുംബം എന്ന് പറഞ്ഞാൽ കുട്ടികളോട് കൂടിയിട്ട് അല്ലെങ്കിൽ കുട്ടികളില്ലാതെ ഭാര്യയും ഭർത്താവുമോ അല്ലെങ്കിൽ കുട്ടികളോട് കൂടിയിട്ട് ഒരു സ്ത്രീയോ അല്ലെങ്കിൽ കുട്ടികളോട് കൂടിയിട്ട് ഒരു പുരുഷനോ അടങ്ങിയ ഏതാണ്ട് ഒരു ശാശ്വതമായിട്ടുള്ള ബന്ധമാണ് കുടുംബം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് സോഷ്യോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഫാമിലിയാണ്. The study of family is very important because it is considered as a milestone of human society. Family plays a very important role in the formation of human society. A stable relationship is established here, keeping a man, woman, and their children together. A man's personality is first formed from his family. Similarly, individuals acquire culture from their family. A child naturally understands the culture of his family. As he matures, he understands the custom of the society apart from the culture of the family. Family is a social agency that contributes a lot to an individual or society. The family is generally defined in sociology as the primary social agency. In sociology, all levels of the social institution family are discussed. Therefore, the social importance of family is highly appreciated. കുടുംബത്തെക്കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അതിന് കാരണം എന്താണ്? മാനുഷിക സമൂഹത്തിൻ്റെ ഒരു നാഴികക്കല്ലായിട്ടാണ് കുടുംബത്തെക്കുറിച്ചുള്ള പഠനത്തെ നമ്മൾ പരിഗണിക്കുന്നത്. മനുഷ്യ സമൂഹത്തിൻ്റെ രൂപീകരണത്തിന് വളരെ പ്രധാനപ്പെട്ട പങ്കാണ് കുടുംബത്തിനുള്ളത്. ഒരു പുരുഷനെയും സ്ത്രീയെയും അവരുടെ കുട്ടികളെയും ഒന്നിപ്പിച്ച് നിർത്തിക്കൊണ്ട് സ്ഥിരതയാർന്ന ഒരു ബന്ധം ഇവിടെ സ്ഥാപിക്കപ്പെടുന്നുണ്ട്. മനുഷ്യരുടെ വ്യക്തിത്വം ആദ്യമായിട്ട് രൂപീകരിക്കപ്പെടുന്നത് അവൻ്റെ കുടുംബത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ വ്യക്തികളെ സംസ്കാരം ആർജിച്ചെടുക്കുന്നത് അവൻ്റെ കുടുംബത്തിൽ നിന്നുമാണ്. അപ്പോൾ ഒരു കുട്ടിക്ക് അവൻ്റെ കുടുംബത്തിൻ്റെ സംസ്കാരം സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവൻ പ്രായപൂർത്തിയാകുമ്പോൾ കുടുംബത്തിൻ്റെ സംസ്കാരത്തിനും പുറമെ സമൂഹത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ച് കൂടി മനസ്സിലാക്കുന്നു. അപ്പോൾ ഒരു വ്യക്തിയെയോ സമൂഹത്തെയോ സംബന്ധിച്ച് കുടുംബം വളരെ സംഭാവനകൾ നൽകുന്നുണ്ട്. പൊതുവെ സോഷ്യോളജിയിൽ കുടുംബത്തിന് കൊടുക്കുന്ന നിർവചനം ഏറ്റവും പ്രാഥമികമായ സാമൂഹ്യ ഏജൻസി എന്നാണ്. അപ്പോൾ സോഷ്യോളജിയിൽ കുടുംബം എന്ന സാമൂഹ്യ സ്ഥാപനത്തിൻ്റെ എല്ലാ തലങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുടുംബത്തിൻ്റെ പഠനം എന്ന് പറയുന്നത് വളരെയധികം സാമൂഹ്യ പ്രാധാന്യം ഉള്ള ഒന്നാണ്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫാമിലിയാണ്. യൂണിവേഴ്സാലിറ്റി, ഇമോഷണൽ ബേസിക്, ലിമിറ്റഡ് സൈസ്, ന്യൂക്ലിയർ പൊസിഷൻ ഇൻ സോഷ്യൽ സ്ട്രക്ചർ, സോഷ്യൽ റെഗുലേഷൻ, ഇറ്റ് ഈസ് പെർമനൻ്റ് ആൻഡ് ടെമ്പററി നാച്ചർ. നെക്സ്റ്റ് പഠിക്കുന്ന ടോപ്പിക് ഫങ്ഷൻസ് ഓഫ് ഫാമിലിയാണ്. ബയോളജിക്കൽ ഫങ്ഷൻ, എക്കണോമിക് ഫങ്ഷൻ, സോഷ്യലൈസേഷൻ ഓഫ് ചിൽഡ്രൻ, സൈക്കോളജിക്കൽ ഫങ്ഷൻസ്. നെക്സ്റ്റ് ടോപ്പിക് ടൈപ്സ് ഓഫ് ഫാമിലി. അപ്പോൾ റെസിഡൻസിൻ്റെ ബേസിൽ നമുക്ക് ഫാമിലിയെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പാട്രിലോക്കൽ ഫാമിലി, മെട്രിലോക്കൽ ഫാമിലി, നിയോലോക്കൽ ഫാമിലി. പാട്രിലോക്കൽ ഫാമിലി. When the newly married wife leaves her parents' house and goes to reside with the husband's parent in their house, such families are known as patrilocal family. വിവാഹശേഷം ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് താമസിക്കുന്നതിനെയാണ് പാട്രിലോക്കൽ ഫാമിലി എന്ന് പറയുന്നത്. മാട്രിലോക്കൽ ഫാമിലി. When married couple reside in the wife's parental residence, then such families are known as matrilocal family. വിവാഹശേഷം ഭർത്താവ് ഭാര്യയുടെ വീട്ടിൽ പോയിട്ട് താമസിക്കുന്നതിനെയാണ് നമ്മൾ മാട്രിലോക്കൽ ഫാമിലി എന്ന് പറയുന്നത്. നിയോലോക്കൽ ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണ്? വിവാഹശേഷം ഭാര്യയും ഭർത്താവും മാതാപിതാക്കളുടെ അടുത്ത് നിന്ന് പുതിയൊരു വീട് എടുത്തിട്ട് താമസിക്കുന്നതിനെയാണ്
നമ്മൾ നിയോ ലോക്കൽ ഫാമിലി എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതോറിറ്റീൻ്റെ ബേസിൽ ഫാമിലീനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പെട്രിയാർച്ചൽ ഫാമിലി, മെട്രിയാർച്ചൽ ഫാമിലി. നമുക്ക് പാട്രിയാർച്ചൽ എന്താണെന്ന് നോക്കാം. The family in which father is the formal head and the ruling power in the family is called patriarchal family. ഒരു കുടുംബത്തിലെ തീരുമാനങ്ങളൊക്കെ അച്ഛനാണ് എടുക്കുന്നതെങ്കിൽ ആ ഒരു ഫാമിലീനെ നമ്മൾ പാട്രിയാർച്ചൽ ഫാമിലി എന്നാണ് പറയുന്നത്. Matriarchal family. The family in which the mother is the central figure and her authority is supreme is called matriarchal family. അപ്പോൾ ഒരു കുടുംബത്തിൽ അമ്മയാണ് ആ കുടുംബത്തിലെ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് ആ കുടുംബത്തെ ഇതിൽ മുന്നോട്ടേക്ക് നയിക്കുന്നത് എങ്കിൽ ആ ഒരു ഫാമിലീനെ നമ്മൾ മാട്രിയാർച്ചൽ ഫാമിലി. ഇനി നമുക്ക് ഫാമിലിയെ സൈസിൻ്റെ ബേസിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ന്യൂക്ലിയർ ഫാമിലി ആൻഡ് ജോയിൻറ്റ് ഫാമിലി. ഫാമിലി, ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് ഹസ്ബൻഡ്, വൈഫ് ആൻഡ് ദെയർ അൺമാരീഡ് ചിൽഡ്രൻ. ദിസ് ടൈപ്പ് ഓഫ് ഫാമിലി ഈസ് സ്മോൾ ഇൻ സൈസ്. അപ്പോൾ ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാര്യയും ഭർത്താവും അവരുടെ കല്യാണം കഴിക്കാത്ത കുട്ടികളും അടങ്ങിയ ചെറിയൊരു കുടുംബത്തെയാണ് നമ്മൾ ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത്. ഫാമിലി ഓർ എക്സ്റ്റെൻഡഡ് ഫാമിലി, ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ബ്ലഡ് ആൻഡ് marital relatives of 3 or more generation who identify themselves as members of particular family. ജോയിൻറ്റ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ഒന്നിച്ച് താമസിക്കുന്നതിനെയാണ് നമ്മൾ ജോയിൻറ്റ് ഫാമിലി എന്ന് പറയുന്നത്. അത് നമുക്ക് ബ്ലഡ് റിലേഷൻ ആവാം, അല്ലെങ്കിൽ വിവാഹത്തിലൂടെ ഉള്ള റിലേഷൻ ആവാം. അവർ ഈ ഒരു കുടുംബത്തിലെ അംഗമെന്ന് സ്വയം പരിചയപ്പെടുത്തുകയും ചെയ്യും. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ചേഞ്ചസ് ആൻഡ് ഫാക്ടേഴ്സ് ഓഫ് ചേഞ്ച് ഇൻ ദ ഫാമിലി. റെഡ്യൂസ്ഡ് അണ്ടർ ദ ഇമ്പാക്റ്റ് ഓഫ് അർബനൈസേഷൻ ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. In urban areas, it is very difficult to find large accommodation for large-sized families. Moreover, the income of individual is not sufficient to meet the requirement of large families. Hence, family is modern times consists basically of husband, wife, and their unmarried children. Such family are known as nuclear families. Rise of nuclear family has changed the interrelationship among its members. The members of nuclear family interact with each other on more equal terms. They no longer have to follow the dictate of the elders blindly. In nuclear family, the husband, wife, and children discuss their problem, are like and dislike with each other. The decision regarding family matters and individuals' life are taken collectively. Sometimes conflict between older and younger generation is seen in the family because of their inability to understand each other's point of view. As a result, the level of discipline and devotion towards each other has declined. Some parents do not take care of children adequately because of their jobs, busy schedule of desire of freedom from responsibility of children. ഈ ഒരു സെക്ഷനിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? കുടുംബങ്ങളിൽ വന്ന മാറ്റങ്ങളും ആ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുള്ള ഘടകങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നഗരവൽക്കരണവും വ്യവസായവൽക്കരണവുമാണ് കുടുംബത്തിൻ്റെ വ്യത്യാസത്തിന് പ്രധാനമായിട്ടും കാരണമായിട്ടുള്ളത്. അപ്പോൾ ഈ നഗരവൽക്കരണവും വ്യവസായവൽക്കരണത്തിൻ്റെ ആഘാതത്തിൽ കുടുംബത്തിൻ്റെ വലിപ്പം ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. നഗരപ്രദേശങ്ങളിൽ വലിയ വലിപ്പമുള്ള കുടുംബങ്ങൾക്ക് വലിയ താമസ സ്ഥലം കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ കുടുംബങ്ങളിൽ ആരൊക്കെയാണ് ഉണ്ടാവുക? ഭർത്താവും ഭാര്യയും അവരുടെ അവിവാഹിതരായ കുട്ടികളും മാത്രം ഉൾപ്പെടുന്നു. അപ്പോൾ ഇത്തരം കുടുംബങ്ങളെയാണ് നമ്മൾ അണുകുടുംബങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അണുകുടുംബങ്ങളുടെ വളർച്ചയും അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലുള്ള അംഗങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തെ മാറ്റിമറിക്കുകയാണ് ചെയ്യുന്നത്. അണുകുടുംബത്തിലെ അംഗങ്ങൾ പരസ്പരം കൂടുതൽ തുല്യപദങ്ങളിൽ ഇടപഴകുന്നു. മുതിർന്നവരുടെ ആജ്ഞകൾ അന്ധമായിട്ട് പാലിക്കേണ്ട ആവശ്യമില്ല. അണുകുടുംബങ്ങളിൽ ഭർത്താവും ഭാര്യയും കുട്ടികളും അവരുടെ പ്രശ്നങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും പരസ്പരം ചർച്ച ചെയ്യുന്നു.
കുടുംബകാര്യങ്ങളും വ്യക്തിജീവിതവും സംബന്ധിച്ച് തീരുമാനങ്ങൾ കൂട്ടായിട്ടെടുക്കുന്നു. ചിലപ്പോഴൊക്കെ മുതിർന്നവരും യുവതലമുറയും തമ്മിലുള്ള സംഘർഷം കുടുംബത്തിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരസ്പര അച്ചടക്കത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും നിലവാരം കുറയുന്നുണ്ട്. അതുമാത്രമല്ല, ചില രക്ഷിതാക്കൾ അവരുടെ ജോലി തിരക്ക് കാരണമൊക്കെ അതുകൂടാതെ തന്നെ കുട്ടികളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മോചനം നേടാനുള്ള ആഗ്രഹമൊക്കെ കാരണം കുട്ടികളെ വേണ്ടത്ര പരിപാലിക്കുന്നില്ല. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഫാമിലി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്.